ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നത് വാങ് ആണെങ്കിൽ ലിന്നിനോട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. അങ്ങനെ ഹാഫ് ടൈം കളി കഴിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം ഭയങ്കര ക്ഷീണിച്ചിട്ടാണെങ്കിൽ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ ഇവളാണ് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാനൊക്കെ നോക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവരൊന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ റെഫറീനെ ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിൽ വിളിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവരാണെങ്കിൽ അവളെ തടയുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവർ പറയുന്നുണ്ട് അവർക്ക് പെനാൽറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ചുമ്മാ പെനാൽറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ റെഫറിക്കെതിരായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇവളുടെ കൂടെ വാങ് നിൽക്കുന്നതിനടുത്തേക്കും ഇത് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. പറയാൻ മറന്നുപോയി, ഇതെൻ്റെ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഇവനൊരു പ്രൊഫഷണൽ ആയിട്ടൊരു ഫുട്ബോൾ കോച്ചാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന കരുതി ഞാൻ കൂടെ കൂട്ടിയതാണ് എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് കോച്ച് ചെയ്യുന്നത്, വല്ല കുട്ടികളേക്കാണെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് കുട്ടികളെയല്ല, ഞാൻ എബ്രോഡിലൊരു യൂത്ത് ക്ലബിനെയാണ് കോച്ച് ചെയ്യണമെന്ന് പറയുകയാണ്. യൂത്ത് ക്ലബ്ബോ, ആ ക്ലബിൻ്റെ പേരെന്ന് ചോദിക്കുകയാണ്. നാണ്ടൻ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും അവരാണെങ്കിൽ നാണ്ടനോ, നാണ്ടനിലാണ് നിങ്ങൾ കോച്ച് ചെയ്യുന്നത്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്, അവിടെ നിങ്ങൾ കോച്ച് ചെയ്യുന്ന ചുമ്മാ എന്തിനാ ഇങ്ങനെ പുളിയടിക്കുന്നത്, ഒന്നാമത് തന്നെ എബ്രോഡിൽ കോച്ച് ചെയ്യണമെങ്കിൽ ലൈസൻസ് എക്സാം ഒക്കെ പാസ്സാകണം, അത് തന്നെ നല്ല പാടാണ്. അതേ സമയത്താണ് ഈ നാണ്ടൻ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ, ഈ നാണ്ടൻ എന്ന് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും തെറ്റോണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ. സോ ഈ ക്ലബ്ബിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എങ്കിൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം, ലാസ്റ്റ് ഗെയിമിൽ അവർ എത്രാമത്തെ സ്ഥാനത്തായിരുന്നു, അതുപോലെ എത്ര ഗോളൊക്കെ അടിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. സമയത്ത് നിനക്കറിയാവുന്ന ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, പക്ഷെ ചുമ്മാ ചോദിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണ്. അവനാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് ആണ്, അതുപോലെ ഇത്ര പോയിന്റ്സ് ഒക്കെ അടിച്ചെന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പഴയ ഗ്രൂപ്പിൻ്റെ കാര്യം, അവൻ കോച്ച് ചെയ്ത ആ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം, അത് ഓൾറെഡി നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണിച്ചായിരുന്നല്ലോ സ്റ്റാർട്ടിങ്ങിൽ. സോ ആ സ്റ്റുഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അവന് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുവാണ്. ശേഷമാണെങ്കിൽ അവൻ പറയുകയാണ്, നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാമെന്ന് ഓർത്താന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ ഫൂ പറയുകയാണ്, ഞങ്ങളുടെ ടീം ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ടീമേ അല്ല, ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഒത്തിരി കാലമായി, അത് കണ്ടാലും മനസ്സിലാവും നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ശേഷമാണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ടീമിൻ്റെ അറ്റാക്കിംഗ് പവറൊക്കെ ഭയങ്കര ഹൈ ആണ്, അതുകൊണ്ട് തന്നെ ഈ കളി ജയിക്കാനുള്ളത് ഭയങ്കര പാടാണ്, എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോനാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, ശരിക്കും ഇയാൾ ആരാണ്, ആദ്യം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇയാൾ വാടകയ്ക്ക് കഴിഞ്ഞു, അതിനുശേഷം ഇവിടെ കളി കാണാൻ വന്നേക്കുന്നത്, ഇതെല്ലാം കോയിൻസിഡൻസ് ആയിട്ട് വരുന്നതാണോ അതോ ഇയാൾ പ്ലാൻ ചെയ്ത് വരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ഇതിന് ശേഷം ഇയാളിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് എന്ത് കാര്യമെന്നൊക്കെ ഓർത്തിങ്ങനെ പതുക്കെ പതുക്കെ അവൾ ഉറക്കം നീങ്ങിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുവാണ്. ശേഷം സെക്കൻഡ് ഹാഫിനായിട്ട് വിളിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് കളിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഇവർ കളി ജയിക്കുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ട്രിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, പിന്നെ അവളുടെ കഴിവ് പോലെ ഇരിക്കുന്നു പറയുകയാണ്. ഓ, നിങ്ങൾ അത്രയ്ക്ക് അടിപൊളി കോച്ചാണെന്ന് ചോദിക്കുകയാണ്. അതെന്ന് അവളും പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണ് ഇങ്ങനെ കളി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഫൂ ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞ പോലെ നമുക്ക് ട്രിക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് പറയുകയാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ പുള്ളിക്കാരൻ എപ്പോഴൊക്കെ വല്ല കോച്ചായിരുന്നു, എനിക്കതൊന്നും വിശ്വാസമൊന്നും വരുന്നില്ല, എന്തായാലും നമ്മൾ തോറ്റുപോകും എന്നും പറഞ്ഞിട്ട് ഇവരാണ് കളി അങ്ങ് തുടങ്ങുവാണ്. ശേഷമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫൂ ആണെങ്കിൽ പുള്ളിക്കാരുടെ ട്രിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അവരോട് പിന്നെ ആംഗ്യം കാണിക്കുവാണ്. അങ്ങനെ അവരെ കളി തുടങ്ങുകയാണ്. ആദ്യമൊന്നും സക്സസ് ആകുന്നില്ല, അവസാനം അവരൊരു ഗോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടതും ഫൂവിന് ഭയങ്കര ഹാപ്പി ആവുകയും അവനാണെങ്കിൽ നമ്മുടെ കോച്ചിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ വാങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിനോട് താങ്ക്സ് ഒക്കെ പറയണം. പിന്നെ വാങ്ങി കുറേ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി ടീം മെമ്പേഴ്സിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ശേഷം അവർ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ സെക്കൻഡ് ഗോൾ ഒരു അടിക്കുവാണ്. ഈ സമയത്ത് തന്നെ ഫൈനൽ വിസിലും മുഴങ്ങുവാണ്. അങ്ങനെ ഇവർ 2 ഗോൾ അടിച്ചു. ഓൾറെഡി എതിർ ടീം 2 ഗോൾ അടിച്ചു, ഇവർ 2 ഗോൾ അടിച്ചു. അങ്ങനെ തോക്കാനിരുന്ന ടീമാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് തോക്കാതെ അവരാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെയാണെങ്കിൽ നമ്മുടെ ലിന്നിനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവളാണെങ്കിൽ ടാങ്ക്സ് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്, ഞാൻ നിൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല ഇതെല്ലാം പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവരാണ് പോവാണ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോവാണെന്ന് ഇങ്ങനെ അവളിങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഇവരുടെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവർ വന്ന ബസ്സിൽ കുറേ പിള്ളേർ ഒന്ന് കയറുന്നതാണ്. അതായത് ഇവരുടെ സ്കൂളിൽ നിന്ന് ഇവിടെ തന്നെ ഒരു കെമിസ്ട്രി കോമ്പറ്റീഷനിലേക്ക് കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ വന്ന ബസ്സാണെങ്കിൽ എന്തോ കേടങ്ങാണ്ടായി, അതുകൊണ്ട് തന്നെ ഇവരുടെ ബസ്സിൽ കയറി പോകാമെന്ന് പറയുന്നത്. അതെങ്ങനെ ശരിയാകും, ഞങ്ങൾ വന്ന ബസ്സിൽ എന്നുള്ള കാര്യമൊക്കെ ലിന്ന് ചോദിക്കുകയാണ്. ഇവരെങ്ങനെ പോകുന്നു ചോദിക്കുവാണ്.
ഇതേ സമയത്ത് സാധാരണ എല്ലാ സാറുമാരും പറയുന്ന പോലെ തന്നെ ഇള പറയാണ്, ഇവർക്കിപ്പോൾ പോയിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് കൂടുന്നതല്ലേ ഇമ്പോർട്ടൻ്റ്, അത് ഇവർക്ക് വീട്ടിൽ പോകണം ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ടാണെങ്കിൽ കയറി പോവാണ്. സമയത്ത് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് നമ്മളിനി എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഒരു ധാരണയൊന്നുമില്ലെന്ന് പറയണം. അപ്പോൾ കൂടുതലവർ പറയുകയാണ് ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനും ഓക്കെ പറയുകയാണ് ചെയ്യുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവളാണെങ്കിൽ കൂട്ടിക്കൊണ്ട് തുടർന്ന് കാണിക്കുന്ന വാങ്ങാണെങ്കിൽ ആ തിരിച്ച് വീട്ടിലെത്തുവാണ്. വീട്ടിലെത്തിക്കുമ്പോഴത്തേക്കും അവിടെ ആരോ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മറ്റാരല്ല, വാങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. സോ നീ എങ്ങനെ ഉള്ളിൽ കിടക്കാമെന്ന് ചോദിക്കുവാണ്. ഈ ഡോറാണെങ്കിൽ ഓൾറെഡി തുറന്നു കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കിടക്കാൻ വലിയ പാടുന്നുണ്ടായിരുന്നു എന്ന് പറയുവാണ്. ഇത് സമയത്ത് തന്നെയാണ് പറയുകയാണ്, നിന്റെ വീട്ടിൽ ഒരു സാധനം പോലും ഇല്ലായിരുന്നല്ലോടാ, അവസാനം ഞാൻ പോയി വാങ്ങിക്കേണ്ടി വന്നു, എന്തായാലും നമ്മുടെ ഫാമിലി അല്ലേ, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് പറയുവാണ്. ഈ സമയത്ത് ഫാമിലിയോ, അതിന് എൻ്റെ സിസ്റ്റർ നിന്നോട് എസ് പറഞ്ഞോന്ന് ചോദിക്കുവാണ്. യെസ് പറയൂടാ, പിന്നെ അവൾ എസ് പറയേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ ഫാമിലി ആണ്ടായിരുന്നു, നമ്മളല്ലെങ്കിലും ഫാമിലി അല്ലടാ എന്നൊക്കെ ചോദിക്കുവാണ്. ശേഷമാണെങ്കിൽ പറയാണ്, എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞാനാണെങ്കിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ഒരു ജോലി കണ്ടുവച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ നടന്നാൽ മതി എന്ന് അവനും തിരിച്ചു പറയുന്നു. തുടർന്നാണെങ്കിൽ അവനാണെങ്കിൽ അവരുടെ വാർഡ്രോബൊക്കെ തുറക്കുവാണ്. ഇതേ സമയത്ത് ലിന്നിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചേക്കണം കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ചോദിക്കുവാണ്, ഈ ലിന്ന് തന്നെയാണ് ഈ സ്പീഡ് ക്യൂ എന്ന കാര്യം നീ കണ്ടുപിടിച്ചെന്ന് ചോദിക്കണം. ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, കൂടുതലായിട്ടുള്ള തെളിവുകളൊക്കെ ആവശ്യമാണ്, എന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാക്കി എല്ലാവരും കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. അവളാണെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇവർ ഓർഡർ ചെയ്യുന്ന കണ്ടിട്ട് അവളുടെ കയ്യിൽ ഒതുങ്ങില്ലെന്നൊക്കെ തോന്നുവാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇതിലും ഭേദം ആ വഴി അങ്ങ് നടന്നെല്ലാം പോകുന്നതെന്ന് അവളിങ്ങനെ മനസ്സ് ചിന്തിക്കുവാണ്. ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, അത് നമ്മുടെ ഫോണോട് ചോദിക്കുന്നുണ്ട്, ഈ ഫൂ കാരണമാണ് അവൾ കളിക്കാനായിട്ട് വന്നത്, അതായത് ഒരു പസിലിൻ്റെ ക്ലൂ കിട്ടാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചോദിക്കും എന്തായിരുന്നു ക്ലൂ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ക്ലൂ അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരും കളിക്കാൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കള്ളം പറഞ്ഞാന്ന് പറയുകയാണ്. ഓ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു കളിക്കാൻ വരണമെന്ന് ചോദിക്കുകയാണ്. ഇത് സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ്ടും കളിക്കുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നെന്ന് അവൻ പറയുകയാണ് ചെയ്യുന്നത്. ആ എന്തായാലും വിട്ടുക, നമുക്ക് ഒരുമിച്ച് ഇത്രയും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നൊക്കെ പറയുവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ ടൈ അടിച്ചില്ലേ, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നുണ്ടെന്ന് ചോദിക്കുവാണ്. ഇനി എന്ത് കളിക്കാൻ, ഇപ്പം ജസ്റ്റ് ലക്കിനാണ് നമ്മൾ ജയിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കളിക്കാമെന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെയാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് അതിന് കഴിക്കാനായിട്ട് കൂടെ വിളിച്ചില്ല, പുള്ളിക്കാരൻ കാറാണ് നമ്മൾ ജയിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുവാണ്. ഇതേ സമയത്ത് തന്നെയാണെങ്കിൽ അയാൾ ശരിക്കും നാൻഡനിലെ ഒരു കോച്ചാണെന്ന് ചോദിക്കുവാണ്. ഇങ്ങനെ നമുക്ക് അടിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അടിച്ചു നോക്കുവാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇയാൻ ശരിക്കും നാന്തൻ്റെ കോച്ചാണ്. ഇതറിഞ്ഞത് ഇവർ ശരിക്കും ഞെട്ടിപ്പോവാണ്, ഇവൻ ശരിക്കും നാന്തൻ ക്ലബിൻ്റെ കോച്ചാണോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുവാണ്. അങ്ങനെ ശേഷം ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ ഫൂവിനോടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫൂ പറയുകയാണ് അവന് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവന് തനിച്ചിലേക്കല്ല ഇവരെല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് കളിക്കാനൊക്കെ അവന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പെട്ടെന്ന് അവരുടെ ടീം ഡിസ്ബാൻഡ് ആയിപ്പോയി, അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ വീണ്ടും കളിച്ചു തുടങ്ങുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അത് നമ്മൾ തോക്കുമെന്ന് ഓർത്താൽ എനിക്ക് ഭയങ്കര സങ്കടം, പക്ഷേ ടൈ ആയപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ സന്തോഷിച്ചു, ഇനിയും കളിക്കാൻ പറ്റില്ലെന്ന് ഓർത്തു. പക്ഷേ ഇപ്പം ഇവർ കളിക്കുന്നില്ലെന്നാണ് തീരുമാനിച്ചത്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ 11 പേഴ്സ് വേണ്ട സ്ഥാനത്ത് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷമാണെങ്കിൽ ലിന്ന വീട്ടിലേക്ക് എത്തുവാണ്. അതേ സമയത്ത് ഇവന് അവനോട് പോയി താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ അതിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അത് നമ്മുടെ വാങ്ങിനോട്. ശേഷം വേണ്ട നാളെ പറയുന്നിങ്ങനെ മനസ്സ് ചിന്തിച്ചിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവൾ വീട്ടിലെത്തുവാണ്. വീട്ടിലിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് വെള്ളം വീഴുന്നത് അവൾ കാണുവാണ്. അതായത് ഇങ്ങനെ വെള്ളം ഞെട്ടിട്ടിട്ട് വീഴുമ്പോഴത്തേക്കും ഇത് സമയത്ത് ഇതെല്ലാം കണ്ട് അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ്, എനിക്ക് ഉറപ്പായിരുന്നു ആ ബാത്ത് ടബ് അവളെ കൊണ്ടുവച്ച് ഇങ്ങനെ വെള്ളം ലീക്കാവെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ മുകളിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ബാത്ത് ടബിൽ കിടപ്പുവാണ്. ഇവളെ കഥവും തുറന്ന് അതിനൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് കിടക്കാനും പറ്റുന്നുണ്ട്. തുറന്ന് അവളെ കയറിച്ചതും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വെള്ളം ലീക്കാന്നുള്ള കാര്യമൊക്കെ സംസാരിക്കണം. അപ്പോൾ അവന് സോറി പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഒരാളെ കൊണ്ടുവന്ന് ശരിയാക്കണമെന്ന് അവളും പറയണം. അവളും ഓക്കെ പറയുവാണ് ചെയ്യുന്നത്. തുടർന്ന് പിറ്റേ ദിവസം ഹെഡിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കളിയൊക്കെ അയച്ചു, നമുക്ക് ടൈ ഒക്കെ കിട്ടി, പക്ഷേ നന്നായിട്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടൊരു ട്രെയിനിയാണ് അവർക്ക് ആവശ്യം. എനിക്ക് ഈ കളീനെ പറ്റി ഇതിൽ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാനിവർ സൂപ്പർവൈസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു PT സാറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു ടീച്ചറിനെ മാറ്റി നല്ലതായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് വേറെ ആരും ഏറ്റെടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾ കൂടെ പോയാണ് ആ കളി ജയിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യത കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുകയാണ്. സമയത്ത് അത് പട്ടത്തിൽ ആളിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ചെടുക്കുകയാണ്, നിങ്ങളുടെ കോൺട്രാക്റ്റ് ആയിട്ട് വന്നതാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ ഇത് നല്ലൊരു ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, അത് മാത്രമല്ല അവർക്കൊരു കോച്ച് പോലില്ലെന്ന് പറയുകയാണ്. കോച്ച് വേണം, കോച്ചിനെ നീ പോയി കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. നിന്നെക്കൊണ്ട് എന്തായാലും മരുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണിയെല്ലാം ഇവിടെ തലയ്ക്ക് കൊടുക്കുകയാണ്. ഇവിടെ നീ എന്ത് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശേഷം എല്ലാവരെയും കൂട്ടി മീറ്റിംഗ് വിളിക്കുകയാണ്. ഞാൻ എന്തിനാ നിങ്ങളെ കൂട്ടി വിളിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുകയാണ്. സമയത്ത് മനസ്സിലായി, പക്ഷെ ഞങ്ങൾ കളിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത്. ഇത് കേട്ടെന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. എന്ത് ട്രൈ ചെയ്യാൻ,
നമ്മുടെ ടീമിൽ 11 പേര് വേണ്ടെടുത്ത് വെറും 10 പേരുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഒരാളെ സബ്ജക്റ്റായിട്ട് കിട്ടിയെന്ന് വച്ച് എല്ലാ പ്രാവശ്യം എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇവരാണ് ഒഴിഞ്ഞു പോയിട്ട് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓൾറെഡി ഞങ്ങളുടെ ടീമിൽ ഇവരെല്ലാവരും ഡിസ്ബാൻഡ് ചെയ്തതാണ്. ഇനി വീണ്ടും ഒരു ഡിസ്ബാൻഡ് ചെയ്ത് കളയില്ലെന്ന് ആര് പറഞ്ഞു പറയണം? അതിന് ഉറപ്പായിട്ട് സംഭവിക്കില്ല. സ്കൂളിൽ നിന്ന് നിങ്ങളെ കണ്ടിന്യൂ ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം, നിങ്ങളുടെ ടീം ഇങ്ങനെ തുടരണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയാണ്. കേട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നൊക്കെ അവരിങ്ങനെ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ നമുക്കൊരു കോച്ച് പോലും ഇല്ലെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമുക്കൊരു കോച്ചിനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. അതേ സമയത്ത് തന്നെയാണ് അവിടെ ഉള്ളവർ ചോദിക്കുന്നത്, അതായത് നിങ്ങളുടെ ഫ്രണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോച്ചല്ലായിരുന്നു, അതായത് നമ്മുടെ നാൻഡൻ്റെ ആ ഒരു കോച്ച്, പുള്ളിക്കാരൻ അത്രയും വലിയ ക്ലബ്ബിൽ കളിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് കളിക്കാൻ വരുമെന്ന് അറിയില്ല, പക്ഷെ പുള്ളിക്കാരൻ വരുവാണ് അടിപൊളിയായിരിക്കും, ചോദിക്കാമെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചു നോക്കാം, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ വരുവാണ് ഞങ്ങൾ എല്ലാവരും കളിക്കാൻ വരുമെന്ന് പറയുന്ന സമയത്ത് അത് ഉറപ്പാണെന്ന് ചോദിക്കണം. ഉറപ്പായിട്ടും വരുമെന്ന് പറയണം. എങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇതിന് ശേഷമാണെങ്കിൽ അവൾ വീട്ടിൽ വന്നിട്ട് ഇനി എങ്ങനെ ഇവനെ സമ്മതിപ്പിച്ചെടുക്കും, ഇവൻ വരാതെ അവർ കളിക്കാനും വരില്ലല്ലോ എന്ന രീതിയിൽ അവളിങ്ങനെ മനസ്സിൽ നിന്നിട്ട് എന്താണ് ഒരു മെസ്സേജ് അയച്ചു നടക്കാമെന്നിങ്ങനെ അവളാണെങ്കിൽ അവനൊരു മെസ്സേജ് അങ്ങ് അയക്കുവാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കോച്ചാകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇതേ സമയത്ത് താല്പര്യമില്ലെന്നിങ്ങനെ ഒറ്റയടിക്ക് നോ പറയുകയാണ് ചെയ്യുന്നത്. ഗൈസ്, ഇവിടെ വെച്ചാണ് നമ്മളുടെ 3rd എപ്പിസോഡ് എൻഡാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.